എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഹിസ്ബുള്ള മുഴക്കിയത്. എന്നാൽ കണ്ണടച്ചു തുറക്കാൻ ഇസ്രായേൽ സമയം നൽകുന്നില്ല. ലബനീസ് ആയുധ സംഘമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രള്ളയ്ക്ക് പിന്നാലെ മറ്റൊരു ഉന്നത നേതാവിനെ കൂടി വധിച്ചതായി ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് വിഭാഗം കമാൻഡറായ ഹസൻ ഖലീൽ യാസീനെയാണ് തങ്ങൾ വകവരുത്തിയത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന IDF അവകാശപ്പെട്ടു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശത്ത് നടന്ന ഒരു വ്യോമാക്രമണത്തിലാണ് യാസീൻ കൊല്ലപ്പെട്ടത് എന്നാണ് IDF വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയുടെ മിസൈൽ ഡ്രോൺ യൂണിറ്റുകളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ് യാസീൻ എന്ന് IDF വൃത്തങ്ങൾ പറയുന്നു. യുദ്ധം തുടങ്ങിയ കാലം മുതൽ ജനങ്ങൾക്കും പട്ടാളക്കാർക്കും എതിരെ നടന്ന ഭീകര ആക്രമണങ്ങളിൽ വ്യക്തിപരമായി തന്നെ ഭാഗമായ വ്യക്തിയാണ് യാസീൻ. കൂടാതെ ഇസ്രായേലിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾക്കാണ് യാസീൻ പദ്ധതിയിട്ടിരുന്നത്. എന്തായാലും ആ പദ്ധതിയൊന്നും നടപ്പിലാക്കേണ്ടി വന്നില്ല. അതിനു മുൻപ് ഇസ്രായേൽ തന്നെ യാസീന്റെ കാലം അവസാനിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കകമാണ് ഹസൻ ഖലീൽ യാസീനും കൊല്ലപ്പെട്ടു എന്ന അവകാശവാദം ഇസ്രായേൽ ഉന്നയിച്ചത്. നസ്രള്ളയെ കാലപുരിക്ക് അയക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് അമേരിക്ക സമ്മാനിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് എന്ന വിവരങ്ങളും ഉണ്ട്. 5000 പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രള്ളയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്ന ആരോപണവുമായി ഇറാനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. US നൽകിയ ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്നും ഇറാൻ പറയുന്നു. മണ്ണ്, പാറ മുതൽ കോൺക്രീറ്റ് പോലും തുളച്ചു കയറാൻ മാത്രം ശക്തിയുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അത് തന്നെയാണ് ഇവയുടെ പ്രത്യേകതയും. ശക്തമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബോംബിന്റെ കേസുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ലക്ഷ്യസ്ഥാനത്തേക്ക് ആഴത്തിൽ കടന്നുകയറി വലിയ ആഘാതമുണ്ടാക്കാൻ പോകുന്നതാണ് ഇത്തരം ബോംബുകൾ. ലക്ഷ്യസ്ഥാനം ഉറപ്പാക്കുന്നതിന് ലേസർ ഗൈഡഡ് അല്ലെങ്കിൽ GPS സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ബോംബുകളുമുണ്ട്. അല്പം വൈകി മാത്രം പ്രവർത്തിക്കുന്നവയാണ് ഇത്തരം ബോംബുകളുടെ ഫ്യൂസ്. ലക്ഷ്യസ്ഥാനത്തേക്ക് തുളച്ചെത്തിയതിനു ശേഷം മാത്രമേ ഇവ പൊട്ടിത്തെറിക്കാൻ പാടുള്ളൂ എന്നതാണ് ഉദ്ദേശം. US സൈന്യം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ബസ്റ്റർ ബോംബുകൾ. സൈനിക ബങ്കറുകൾ, ഭൂഗർഭ നിർമ്മിതികൾ തുടങ്ങി പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിനാണ് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത്. കാലക്രമേണ ഇവ യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി മാറുകയായിരുന്നു. നിർണായകമായ ലക്ഷ്യസ്ഥാനങ്ങൾ നിർവീര്യമാക്കുന്നതിന് ഇവ സേനകളെ പ്രാപ്തരാക്കും. പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഈ ബോംബുകൾക്ക് കെട്ടിടങ്ങൾ പോലുള്ള കഠിനമായ ഘടനകളിലേക്ക് തുളച്ചു കയറാൻ സാധിക്കും. 900 കിലോയിലധികം ഭാരമുള്ള പോർമുനകളാണ് ഈ ബോംബുകൾ വഹിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ പോരാട്ടത്തിനിടെ അമേരിക്ക ഉപയോഗിച്ചതാണ് ഈ ബോംബുകൾ. ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിലത്ത് പതിച്ചതിനു ശേഷം 30 മീറ്റർ തുളച്ചു കയറും. പ്രതലം സ്ഫോടനാത്മകമാണ് എങ്കിലും 6 മീറ്റർ കോൺക്രീറ്റിനെ തകർക്കും. മുഴുവൻ ഘടനകളെയും തകർക്കാൻ സാധിക്കുന്ന ഷോക്ക് വേവ് സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾ വളരെ എളുപ്പം നിർവീര്യമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഗാസ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രള്ളയുടെ വധം. വർഷങ്ങളായി ഹിറ്റ് ലിസ്റ്റിലുള്ള നസ്രള്ള അടക്കം ഹിസ്ബുള്ളയുടെ ഒട്ടുമിക്ക ഉന്നതരെയും ഒരാഴ്ചക്കിടെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത്. ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീന് പിന്തുണ അറിയിച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധമാണ് നസ്രള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതി ഇറാൻ ഒരുക്കുകയായിരുന്നു. ഇതിനിടെയാണ് നസ്രള്ള കൊല്ലപ്പെട്ടത്. 30 വർഷമായി ഇസ്രായേലിന്റെ കണ്ണിലെ കരടാണ് നസ്രള്ള. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.